ഇത് ഞാൻ പറഞ്ഞപ്പോ ചില വിദ്വാൻമാർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എനിക്കറിയില്ല, എംഎൽഎമാരുണ്ട്, അവർ കേട്ട് കാണും, പൊതുമേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കാൻ പോകും. മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും കെട്ടിടം പണിയാനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കും ഏതൊരു സ്ഥാപനത്തിന്റെയും അംഗീകൃത സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? നമ്മുടെ ആരോഗ്യ രംഗത്ത് ഒരു മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് ഇത് സംബന്ധിച്ച ഫണ്ടുകളാണ്. ആശുപത്രിയുടെ കെട്ടിടങ്ങൾ, ഫിറ്റ്നസ് അല്ലാത്ത കെട്ടിടങ്ങൾ നമുക്ക് ഫിറ്റാക്കി എടുക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് ക്രിയേഷൻ കൊണ്ടുവരുന്ന സാമ്പത്തികമായിട്ടുള്ള ചെലവുകളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിയുന്നതും സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം ഒഴിവാക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ. ഞാൻ ഇന്ന് ചില പത്രങ്ങളിൽ, ഇന്ന് യഥാർത്ഥത്തിലുള്ളതുകൊണ്ട് ചില പത്രങ്ങൾ ഇവിടുത്തെ പല ആശുപത്രികളുടെയും ചിത്രങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ അതിൻ്റെതായിട്ട് ഗൗരവത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണും. ഇപ്പോഴത്തെ ഒരവസ്ഥ, ഞാൻ കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇവിടെ ജയന്ത് പറഞ്ഞാൽ ഞാനിവിടെ വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്നതാണ്. ഇപ്പോ ഇവിടുത്തെ അവിടെ ബീച്ച് ആശുപത്രി എനിക്ക് തോന്നുന്നത് മുറിവിനെ മരുന്ന് വെച്ച് കെട്ടാൻ മാത്രമേ അവിടെ ഇപ്പോൾ ആൾക്കാർ പോകും. ബാക്കിയെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് പോകാം. ചുമയും പനിയും വന്നാൽ മെഡിക്കൽ കോളേജ്, ഛർദി വന്നാൽ മെഡിക്കൽ കോളേജ്, എവനെല്ലാം മുറി വന്നാൽ വെച്ച് കെട്ടാൻ മാത്രം ബീച്ച് ആശുപത്രി. ഇതിനു പുറമെ മാനന്തവാടിയിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജ്, ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയ എന്ന് പറയുന്നത്, ചിലരുടെയൊക്കെ വാശിക്ക് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ഇന്നിപ്പോ ഡെവലപ്പ് ചെയ്യാൻ സ്ഥലമില്ല. ഇപ്പൊ സംസ്ഥാന സർക്കാർ 28 ഏക്കർ വനഭൂമി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്തെല്ലാം വനഭൂമിയാണ്. 28 ഏക്കർ വനഭൂമി സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുക്കാൻ വേണ്ടി ഫോറസ്റ്റിനോട് അപേക്ഷിച്ചിരിക്കുക. ഫോറസ്റ്റ് പറയുന്നത് ഇത്രയും ഏക്കർ വനഭൂമി പകരം ഞങ്ങൾക്ക് തന്നാൽ പരിഗണിക്കാം. പക്ഷെ അതിന് കേന്ദ്രത്തിന്റെ പെർമിഷൻ കൂടെ വേണം. ഞങ്ങൾ 28 ഏക്കർ റവന്യൂ ഭൂമി വനം വകുപ്പിന് കൈമാറാൻ, അല്ല അവർക്ക് കൈമാറാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. 28 ഏക്കർ റവന്യൂ ഭൂമി. അത് സംബന്ധിച്ച് DMA ഒക്കെ എഴുതിയുള്ള അദ്ദേഹത്തിന് അറിയാൻ കൂടുതൽ കാര്യം. അതെന്ത് പറഞ്ഞാലും ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പെർമിഷൻ കിട്ടിയേ തീരൂ എന്ന് ഞങ്ങൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് സംസ്ഥാനം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കൈമാറിക്കൊടുത്തു. ഇനിയിപ്പോൾ അവരുടെ പെർമിഷനാണ് ആവശ്യം. ഞാൻ മാനന്തവാടിയിൽ പറയാൻ കാരണം, നിലവിലുള്ള മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ അസൗകര്യങ്ങൾ കാരണം അവിടുന്ന് രോഗികൾ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒറ്റ ദിവസം കൊണ്ട് നിലത്ത് കിടന്ന് ഒഴിവാക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് ആശുപത്രി, ഇപ്പൊ നാളെ ഞാൻ ബീച്ച് ആശുപത്രി സന്ദർശിക്കുന്നുണ്ട്, കാലത്ത് മെഡിക്കൽ കോളേജ് ഇന്ന് സന്ദർശിക്കാനും വിചാരിച്ചു. പക്ഷെ വയനാട്ടിൽ പോണ്ടി വന്നുകൊണ്ടാണ് നാളത്തേക്ക് ആക്കി. നാളെ പറയുമ്പോൾ ക്യാബിനറ്റ് ഉണ്ട്, പക്ഷെ മുഖ്യമന്ത്രിയുടെ പെർമിഷൻ വാങ്ങി. അദ്ദേഹം പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ വേഗം തീർക്കാൻ അദ്ദേഹം ചുമതലപ്പെടുത്തിയതുകൊണ്ടാണ് ഞാനിന്നിവിടെ നാളത്തെ ക്യാബിനറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ തന്നെ ഈ മേഖലയൊന്ന് നേരെയാക്കി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെ ആശുപത്രി ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ നിങ്ങൾ ധവളപത്രം കണ്ടു കാണും. ഇന്നൊരു കൂട്ട് ബദൽ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. 2 ധവളപത്രം നോക്കിയാലും
നമുക്ക് സർക്കാർ ആശുപത്രിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കാശ് കിട്ടില്ല. ഒന്ന് ഒഫീഷ്യൽ ധവളപത്രമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതാണ് സാമ്പത്തിക അവസ്ഥ. ഇനി വേറെ വീട്ടുകൾ അങ്ങനെയല്ല. ഞങ്ങൾ പറയുന്ന ധവളപത്രമാണ് പത്രം. അത് നോക്കിയാലും കാശുണ്ടോ? അപ്പൊ എന്താ മാർഗം? ഇത് നേരിയ ഒറ്റ മാർഗമേ ഉള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അത് മാധ്യമങ്ങളുണ്ട്, പ്രമുഖ ബാങ്കുകളുണ്ട്, അവരൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ നോക്കിയപ്പോൾ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ആയതുകൊണ്ടും അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം DME ആയിട്ട് പിന്നെ ഞാൻ ചർച്ച നടത്തുന്നു. അവിടെ കുറെ സ്ഥലം ഒഴിഞ്ഞു കിടക്കുക. RCC റീജിയൽ ക്യാൻസറിന്റെ മുമ്പിൽ നോക്കുമ്പോൾ നല്ലൊരു പാർക്കിംഗ് സെന്റർ ആക്കാനുള്ള സ്ഥലമുണ്ട്. നോക്കുമ്പോൾ നല്ലൊരു പാർക്കിംഗ് സെന്റർ ആയിട്ട് മാറ്റി. അതിന്റെ അടുത്ത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്. അവിടെ കെട്ടിടം കണ്ട ഇവ സർക്കാരിൽ ഇപ്പൊ കാശില്ല. നോക്കുമ്പോ ചില പ്രധാന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും നല്ല സ്ഥാപനങ്ങളൊന്നും അല്ല. പണ്ട് അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില ഉറക്കപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. അവരുടെ ഫണ്ടൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അതൊക്കെ ആരോപണം. വെറുക്കപ്പെടാത്ത റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ പറഞ്ഞു, ഞങ്ങൾ കെട്ടണം, ഞങ്ങൾ പണിത് തരാം, അതിന് ആവശ്യത്തിനുള്ള കട്ടിൽ ഞങ്ങൾ തരാം. കോർപ്പറേഷനോട് പറഞ്ഞപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു, ഞങ്ങളൊരു ബസ് ഏർപ്പാട് ചെയ്യാം, പാർക്കിംഗ് സെന്ററിൽ നിന്ന് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ ബസ് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാമോ? മേയർ പറഞ്ഞു, ഞങ്ങൾ ഉണ്ടാക്കി തരാം, ഞങ്ങൾ ബസ് തരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത്രയും രോഗികളെ നിലത്ത് കിടത്തുന്നതിന് ഒഴിവാക്കാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞപ്പോ ചില വിദ്വാൻമാർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എനിക്കറിയില്ല, MLA-മാരുണ്ടാവും കേട്ട് കാണും, പൊതുമേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കാൻ പോകും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ സ്വകാര്യവൽക്കരിച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റും? ബാക്കിയൊക്കെ പോട്ടെ. അങ്ങനെ ജനങ്ങൾ അംഗീകരിക്കും. ഒരു സർക്കാർ ആശുപത്രിയിൽ സേവനത്തിന് പോകുമ്പോൾ സ്വകാര്യ ആശുപത്രിയുടെ ബില്ല് കിട്ടിയാൽ എല്ലാവരും കൂടെ കടന്നൽക്കൂട്ടിലെ കല്ലെടുത്താൽ ഇറങ്ങി വരും. ആരെങ്കിലും വിവരം വരും. ഞാൻ പറഞ്ഞ എത്രയും മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും കെട്ടിടം പണിയാനും മറ്റ് സാമ്പത്തിക സഹായങ്ങൾക്കും ഏതൊരു സ്ഥാപനത്തിന്റെയും അംഗീകൃത സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? അതുകൊണ്ട് രോഗികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഡിപ്പാർട്ട്മെന്റിന് വല്ല കുഴപ്പമുണ്ടോ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചിലർ പറഞ്ഞ് നിലത്ത് കിടത്തില്ല എന്ന് മന്ത്രി പറയാൻ കാരണം ചില സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ്. അങ്ങനെയുണ്ടോ? അതായത് മെഡിക്കൽ കോളേജിൽ വരുന്ന ഒരു രോഗിക്ക് പോലും പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ ഉള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. കാരണം ഈ കാശ് വെച്ച്, ധവളപത്രത്തിലെ കാശ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാമ്പത്തിക വർഷത്തിൽ? പിന്നെ പ്രസവം നടത്തി എത്ര കാലം ചെയ്യാൻ പറ്റും? എല്ലാവർക്കും പുതിയ ഗവൺമെന്റ് വന്നു, ഒരു മതിവിധ കാലമാണ് 6 മാസക്കാലം. പക്ഷെ ആരോഗ്യവകുപ്പിന് അതുമില്ല. ആരോഗ്യവകുപ്പിന് മതിവിധമില്ല. വന്നുടനെ തന്നെ വിമർശനങ്ങളാണ്. ഒരു തിരുവനന്തപുരത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് രോഗിയുടെ കാലിൽ പുഴുവരിച്ചു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, ഒരാക്ഷേപം വന്നാൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കുക. അല്ലാണ്ട് ഒരിക്കലും ആക്ഷേപം ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സംഭവിച്ചെന്താ? ആക്ഷേപം പറഞ്ഞവരെ ആക്ഷേപിച്ചു. ഇവിടെ അങ്ങനെയല്ല. പരാതി പറഞ്ഞപ്പോൾ അന്വേഷിച്ചു. ഒരു ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടു. പ്രാഥമിക അന്വേഷണത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്ന് ചോദിച്ച ഒരു കാര്യം ഞാൻ പറയാം, എല്ലായിടത്തും ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്ടർമാരെയും സസ്പെൻഡ് ചെയ്താൽ പിന്നെ സർക്കാർ മേഖലയിലേക്ക് ഏതെങ്കിലും ഡോക്ടർ വരും? അപ്പുറത്ത് പ്രൈവറ്റിൽ ചെന്നാൽ ഇതിന്റെ 3 ഇരട്ടി ശമ്പളമാണ്. പക്ഷെ സർക്കാർ ആശുപത്രികളുള്ള താല്പര്യം കൊണ്ട്
അത് ശരിയല്ല. ചികിത്സാ വഴികൾ കാണുമ്പോൾ പരിശോധിച്ച് അത് അന്വേഷണം നടത്തിയിട്ടാണ്. ഇപ്പൊ DME അന്വേഷണം ഏൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റു ആശുപത്രിയാണെങ്കിൽ DHS ഉണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനിക്കൂ എന്ന് വിചാരിച്ച് വെള്ളം വിശദ റിപ്പോർട്ട് കണ്ട തിരിച്ചറിയാം. നമ്മൾ കുറെ കാലം ഈ പണി തുടങ്ങി, അങ്ങനെയുള്ളത് വകവയ്ക്കില്ല. അപ്പൊ ഞാൻ പറയുന്നത്, സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിന് പരമാവധി ഫണ്ടുകൾ വിനിയോഗിക്കുക, കഴിയുന്നത്ര ആക്ഷേപങ്ങൾ ഒഴിവാക്കുക. ഈ രോഗികളുടെ എണ്ണത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആരോഗ്യ കേന്ദ്രത്തിലൊക്കെ ഒരു നല്ല രീതിയിൽ ചികിത്സ കിട്ടിയാൽ പിന്നെ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരവ് ഒഴിവാക്കാം. അപ്പൊ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് സമാധാനത്തോടെ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? മുറിവ് കെട്ടാനും ഡോക്ടർ, സർജറി നടത്താനും ഡോക്ടർ. അങ്ങനെ വന്നാൽ ഡോക്ടർമാരും മനുഷ്യരല്ലേ, ദൈവദൂതന്മാരല്ലല്ലോ. അവരുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും പാലിക്കപ്പെടില്ല. ആരെ ബാധിക്കും? രോഗികളെ ബാധിക്കും, വിനാശം വരും. അതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. കാരണം MLA-മാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പരാതി കേൾക്കാൻ ഉള്ള യോഗമായതുകൊണ്ട് ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വകുപ്പ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, മരുന്നുകൾക്കും ഉപകരണങ്ങൾക്കുമായി വിതരണക്കാർക്ക് നൽകാനുള്ള വൻ സാമ്പത്തിക ബാധ്യത. അതേ മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല, അങ്ങോട്ട് സഹായിച്ചാൽ മാത്രമേ, അങ്ങനെ വകുപ്പ് സഹായിച്ചാൽ, ധനകാര്യം സഹായിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകൂ. കൊടുത്ത കാശുണ്ട്, ഇനിയുള്ള കാശ് ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് മറ്റു മാർഗങ്ങൾ ആലോചിക്കാവുന്നത്. പക്ഷെ കൊടുത്ത സാധനത്തിന് കാശ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അവര് ഇനിയുള്ള സാധനങ്ങൾ തരും. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഇതിൻ്റെ ഒരു ചെലവെന്ന് പറയുന്നത് വിവിധ പദ്ധതികൾക്കായി സർക്കാരിന് വലിയ കുടിശ്ശികയുണ്ട്. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, നമ്മുടെ പഴയ കാരുണ്യ പദ്ധതി, അതിന്റെ പേര് മാറ്റി കാരുണ്യ സുരക്ഷാ പദ്ധതി വഴി ആശുപത്രികൾക്ക് നൽകാനുള്ള ക്ലെയിമുകൾക്ക് മാത്രം 2017 കോടി രൂപയാണ് കൊടുക്കാൻ പറ്റുന്നത്. ഇതിനു വേണ്ടി ഒരു സ്കീമിന്റെയാണ് പറയുന്നത്. കൂടാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് KMSCL അതിന് നൽകാനുള്ള കുടിശ്ശിക 476 കോടിയായി ഉയർന്നിരിക്കുന്നു. ഇത് രണ്ടിനും മാത്രം. വിതരണക്കാരുടെ സമരമുണ്ട്. ഇത് ആശുപത്രി സാധനങ്ങൾ തന്നവരുടെ 150 പരം കോടി രൂപ കുടിശ്ശിയായതോടുകൂടിയിട്ടാണ് മരുന്നുകളും ഇംപ്ലാന്റുകളും നൽകുന്നത് വിതരണക്കാർ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് ജീവൻ രക്ഷാ ശസ്ത്രക്രിയകളെ പോലും ബാധിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പറയും, അവിടെ ശസ്ത്രക്രിയക്ക് ചെല്ലുമ്പോൾ അവിടെ സമയം നീട്ടി ചോദിക്കുന്നു. ഇതൊക്കെ പറയാൻ കാരണം ചില സ്ഥലത്ത് ഉപകരണങ്ങളൊന്നുമില്ല, കുടിശ്ശികയുണ്ട്, കൊടുക്കണ്ടേ? അത് എത്ര കോടിയുടെ ആണ് സാധനങ്ങൾ തരുന്നത്, അതൊക്കെ കുടിശ്ശിയാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് എന്ത് പറ്റും? പല സ്വകാര്യ ആശുപത്രികളും ഇൻഷുറൻസ് വഴി രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യും. ഇപ്പൊ കാരുണ്യ പദ്ധതി കഴിഞ്ഞ് പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്നാൽ, മെഡിസിനുമായിട്ട് ചെന്നാൽ എങ്ങനെ ചികിത്സിക്കാതിരിക്കാം എന്നാണ് അവർ നോക്കുന്നത്. കാരണം അവർക്ക് കുടിശ്ശികയുണ്ട്, സർക്കാർ കൊടുക്കണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ മരുന്നുകളും മറ്റ് മെഡിക്കൽ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങാൻ പലപ്പോഴും രോഗികൾ നിർബന്ധമാകുന്നതിന്റെ കാരണം ഇതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ വരേണ്ട ചിലരെയൊന്നും ഇന്ന് കണ്ടിട്ടില്ല. ഞാൻ ആരെക്കുറിച്ചും പരാതി പറയുന്നില്ല. ഈ കണക്കുകളൊക്കെ 2 ആഴ്ച കൊണ്ടുണ്ടായതല്ല. ഞാൻ 18-ാം തീയതി, കഴിഞ്ഞ 18-ാം തീയതി മന്ത്രിയായി ചാർജ് എടുത്തു. 21-ാം തീയതിയാണ് എനിക്ക് വകുപ്പ് ഇരുന്നത്. ഞാൻ ഒറ്റാളിയൊക്കെ 2 ആഴ്ച കൊണ്ട് 476 കോടിയുടെ കുടിശ്ശിക ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ കണക്ക്, കാരണം ഒരു അദാലത്താവുമ്പോ സർക്കാരിന്റെ പ്രയാസങ്ങൾ എന്താണ് ഇവിടെ പറയണ്ടത്. അതുകൊണ്ടാണ് ഒക്കെ
എല്ലാവരും ഇവിടെ എത്തേണ്ട എല്ലാവരെയും ക്ഷണിച്ചെങ്കിലും ചില അസൗകര്യം അറിയിച്ചു. അസൗകര്യം അറിയിക്കാതെ ഇവിടെ വരാത്ത ആൾക്കാരുണ്ട്. ഇവിടെ വരേണ്ടവരായിരുന്നു. വരാത്തത് ഈ കണക്കൊക്കെ ഞാൻ വായിക്കുന്നുള്ള സംശയം കൊണ്ടായില്ല. ഞാൻ പറയുന്നത് ഇതെല്ലാം തകർത്ത് തരിപ്പണായിട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചു പണിയണം. അത് ഞാൻ വേണ്ടി എല്ലാവരും സഹായമാണ്. ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കാര്യം പറഞ്ഞു. പല ഉദ്യോഗസ്ഥന്മാർ 10 വർഷത്തിന് ശേഷം ഈ 10 വർഷക്കാലത്ത് ഒരുപാട് ഔദ്യോഗിക സ്ഥാനങ്ങൾ പോസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞോളൂ, പുതിയ സിസ്റ്റത്തിനോട് നിങ്ങൾ സഹകരിക്കണം. എങ്കിൽ നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്ക്. പിന്നെ നമുക്കറിയാം, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗമായിട്ട് മാറ്റുന്ന അത് പണിഷ്മെന്റ് അല്ല. ഉദാഹരണം പറയുമ്പോൾ കളക്ടർ പുതിയ കളക്ടറാണ്. കളക്ടറെ മാറ്റി പഴയ കളക്ടറെ സ്ഥലം മാറ്റി. അത് പഴയ കാലത്ത് കൊള്ളാക്കിയിട്ടാണോ? അല്ല. അത് പണിഷ്മെന്റ് ആണോ? അല്ല. അത് ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ ചിലർക്ക് പ്രിൻസിപ്പളിന്റെ മാറ്റം പിരിച്ചുവിടുന്നില്ല, ട്രാൻസ്ഫറാണ്. ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളെ എറണാകുളം മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. അപ്പൊ പറഞ്ഞത്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾക്ക് വേണ്ടി പ്രിൻസിപ്പൽമാരെ മൊത്തം മാറ്റി. അതിപ്പം PS ശിവകുമാറിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് മൊത്തം മാറ്റിയിരുന്നു. ആ ഡോക്ടർ SC വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറായിരുന്നു 5 വർഷം. അവരെയാണ് ശിവകുമാറിന്റെ PS ശിവകുമാറിന്റെ സഹോദരി. അപ്പൊ ഈ നുണകള് പ്രചരിപ്പിക്കുന്നതിന്റെ ഉദാഹരണമാണ്. ഇതൊന്നും രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളല്ല, ഭരണപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളായി കാണരുത്. ഇവിടുത്തെ MLA-മാർക്ക് എന്നെ കുറിച്ച് പരാതിയുണ്ട്. എന്താ, ആയുഷിലെ കോൺട്രാക്ട് ഞാൻ 3 വർഷത്തേക്ക് നീട്ടിക്കൊടുത്തു. ഇവർ പറയുന്നത് നീട്ടിക്കൊടുക്കാൻ പാടില്ലാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞ രാഷ്ട്രീയ നിയമനമാണ്, ആ നിയമനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ജൂൺ 1-ാം തീയതി അവരുടെ കാലാവധി കഴിഞ്ഞു. ഞാൻ ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. ഞാൻ വന്നോടെ മാറ്റുന്നത് ശരിയാണ്. ഞാൻ 3 വർഷം കൂടെ കാലാവധി എടുക്കുക. എന്നിട്ട് നോക്കുക അവരുടെ പ്രവർത്തനം എങ്ങനെയാണ്, തൃപ്തികരമാണ്, കണ്ടിന്യൂ അല്ലേ, ആക്ഷൻ എടുക്കും. ഇന്നലെ ഒരിടത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ മാറ്റിയതിന്റെ പേരിൽ സമരം. ഞാൻ പറഞ്ഞു, അങ്ങനെ സമരം ചെയ്യുന്നവരോട് വഴങ്ങുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് ഭരണപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സൂപ്രണ്ടിനെ അവിടുത്തെ ജീവനക്കാരൊക്കെ കൂടെ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ അവിടെ എന്തിനാ മന്ത്രിയിരിക്കുന്നത്? ഇവിടെ മന്ത്രിക്ക് ആവശ്യമാണ്. ഇതൊക്കെ മുമ്പുണ്ടായിരുന്നില്ലല്ലോ, ഈ കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തൊക്കെ മാറ്റം, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയല്ല, അത് രാഷ്ട്രീയ വിധിയല്ല. പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അപ്പോ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, ഈ വകുപ്പിനെ നേരെയാക്കി എടുക്കണം. അതിന് എല്ലാവരും സഹകരിക്കണം. ജനപ്രതിനിധികൾ സഹകരിക്കണം, ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കണം, ജീവനക്കാർ സഹകരിക്കണം. നമ്മളൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണും. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം, ബീച്ച് ആശുപത്രിയുടെ അറിയാം. ഏതൊരു രോഗത്തിന് ചികിത്സയാണല്ലോ പ്രധാനം. പിന്നെ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് വരുന്ന ചില രോഗങ്ങളുണ്ട്, അതുണ്ടാക്കുന്ന ചില്ലറ പ്രയാസങ്ങൾ. ഞാൻ ഇവിടുത്തെ മറ്റ് കോഴിക്കോട് ജില്ലയിലെ മൊത്തം ഒരവസ്ഥ പറഞ്ഞാൽ, മെഡിക്കൽ കോളേജിന് പുറമെ ജനറൽ ആശുപത്രി കോഴിക്കോട്, അത് ബീച്ച് ആശുപത്രി, ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ വടകര ജില്ലാ ആശുപത്രി, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് കൊയിലാണ്ടി, ഇതിന് പുറമേയുള്ള ഇതിൻ്റെയൊക്കെ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങളിവിടെ പരാതി പറയുമ്പോൾ അതിൻ്റെയൊക്കെ റിപ്പോർട്ട് എന്തെങ്കിലും ഞാൻ വായിക്കും. ഇതെല്ലാം പറഞ്ഞ് ഇപ്പോൾ ഒരു രോഗം ഇറങ്ങിയിട്ടുള്ളത് ഷിഗല്ല എന്ന രോഗമാണ്. അതിനൊരു കണക്ക് പറയുകയാണെങ്കിൽ ഈ രോഗത്തിൻ്റെ ഉത്ഭവം 2017 പാലക്കാട് ഒരു വിവാഹ പാർട്ടിക്ക് വന്ന രോഗത്തിനെ തുടർന്നാണ്, വയറിളക്കം പനിയെ തുടർന്നാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ രോഗം എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യാണ്. മരണങ്ങൾ മുമ്പ് സംഭവിച്ചു. പക്ഷെ ഞാൻ ചാർജ് എടുത്തതിന് ശേഷം ഉണ്ടായ മരണത്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. തലക്കുളത്തൂരാണ് 4 വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ടത്. അതേസമയത്ത് ആ കുട്ടിയോടൊപ്പം അഡ്മിറ്റ് ചെയ്ത 2 കുട്ടികൾ, അതേ പ്രായത്തിലുള്ള കുട്ടികൾ രോഗം ഭേദപ്പെട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. വയനാട്ടിലെ ഈ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ
ബസേലിയസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെ വയറിളക്കവും പനിയും ഒക്കെ ഛർദി ഉണ്ടായി. ഇതിന്റെ രോഗലക്ഷണമാണ്. പല കുട്ടികളെ അഡ്മിറ്റ് ചെയ്തെങ്കിലും അവസാനം കഴിഞ്ഞ ദിവസം വന്ന 25ഓളം കുട്ടികൾ, ഇതിൽ 4 കുട്ടികൾക്ക് കുഴപ്പമില്ല. 21 കുട്ടികളുടെ പരിശോധനാ ഫലത്തിൽ 2 എണ്ണം ഇന്നലെ പോസിറ്റീവായി. 19 കുട്ടികളുടെ ഇന്ന് വൈകുന്നേരത്തോടെ റിസൾട്ട് കിട്ടും. പക്ഷേ ഭാഗ്യവശാൽ ഒന്നും മാരകമായിട്ടുള്ളതല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെയുള്ള വേദിയിൽ ഒരു കാര്യം പറയുന്നത്, ഈ രോഗം ഉണ്ടാക്കുന്നത് വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട പൂട്ടിച്ചാൽ മതി. ഇവിടെ തട്ടുകടയുള്ളവരുണ്ടെങ്കിൽ പേടിക്കേണ്ട, നല്ല രീതിയിൽ നടത്തിയ കുഴപ്പമൊന്നുമില്ല. പല VIP തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ തീരെ വൃത്തികെട്ട സ്ഥലത്ത് തട്ടുകട നടത്തിയാൽ കുടിക്കുന്ന വെള്ളം, ആ വെള്ളം അശുദ്ധമാണെങ്കിൽ അതിനാണ് ക്ലോറിൻ വെച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ പലരെയും പരാതി എന്താ അറിയോ, ക്ലോറിന്റെ മണം പിടിക്കുന്നില്ല. വായിടുമ്പോ കുടിക്കുമ്പോൾ ഒരു ചോയുണ്ട്. എന്നാൽ വെറും വെള്ളം കുടിച്ചിട്ടേ ഷിഗല്ല വന്നാലത്തെ അവസ്ഥ എന്താ? ഛർദിയും വയറിളക്കും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മരണവും സംഭവിക്കും. അതുകൊണ്ട് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ ക്ലീനിങ് നടത്തും. സത്യം പറഞ്ഞാൽ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് 18-ാം തീയതി. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് ഒരു ജില്ലയിൽ 1 കോടി വെച്ച് പോകും. ചാർജ് എടുക്കണം. പക്ഷേ ക്ലീനിങ് ഒക്കെ മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ പകർച്ചപ്പനി ഉണ്ടാവില്ല. ഇപ്പൊ ഇത് മാത്രമല്ല, എലിപ്പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം കഴിഞ്ഞ കുറച്ചു കാലം ഇലക്ഷൻ മൂഡിലായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. ലോക്കൽ ബോഡീസ് ശ്രദ്ധിച്ചില്ല. ഗവൺമെന്റ് ഒക്കെ പെരുമാറ്റച്ചട്ടമായിരുന്നല്ലോ. പക്ഷെ ഇതൊക്കെ ക്ലീനിങ്ങിന് വല്ല കുഴപ്പമുള്ളൂ. ക്ലീനിങ് നടത്തിയാൽ പെരുമാറ്റച്ചട്ടം ലംഘനമാകും. ഇതിന്റെ ഒക്കെ ദോഷമാണ്. ഇപ്പോ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. പകർച്ചപ്പനികളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നിപ്പോ ചാനലിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പകർച്ചപ്പനികളുടെ കണക്ക്. ശരിയാ, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അനുബന്ധ വകുപ്പുകളും സഹായിക്കണം. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എല്ലാം അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ട് 2 മണിക്ക് ഒന്നും കൂടെ അത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രസംഗിക്കാം.